എന്താണ് വീട്ടു സാധനം വാങ്ങിക്കണ കാര്യം വല്ലതാണോ? ഒന്നുമല്ല, എനിക്ക് ഒരു സാധനവും വേണ്ട, എനിക്ക് വീട്ടു സാധനവും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ നിനക്ക് എന്താണ് വേണ്ടത്? എന്റെ സ്നേഹം വേണോ? അത് അതാണോ? തീരെ വേണ്ട. ക്ലീറ്റോനെ നല്ല നടപ്പ് നടക്കാൻ പറ്റുമോ? ആ അതെന്താ അറിയാമോ, ഇന്നലെ ഞാൻ ഇവിടുന്ന് വെപ്രാളപ്പെട്ട് ഇറങ്ങിയപ്പോൾ കാൽ അവിടെ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞ്, അപ്പോൾ ആ കാലിൻ്റെ ആംഗിൾ കയറി വേദനയുണ്ട്. അപ്പം നടത്തേക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു മുട്ടായി പറയരുത് പറയരുതെന്ന്. നിങ്ങളുടെ വളിപ്പ് കേട്ട് ചിരിക്കാനല്ല ഞാൻ നിൽക്കുന്നത് ഇവിടെ. നിങ്ങൾക്ക് ശോഭേനെ അറിയാമോ? ശോഭ? ഏത് ശോഭ? ഇവിടെ ഒരുപാട് ശോഭകളുണ്ട്. ശോഭ? ഏത് ശോഭ? സോപ്പ് കമ്പനി തുടങ്ങാൻ പോകുമ്പോ പോണ ശോഭേനെ അറിയാവോന്ന്. ശോഭ ശോഭ ശോഭയ്ക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ശോഭയ്ക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവോ? ഓ അറിയാം. ശോഭയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച കാര്യം അറിയാവോ? ശോഭയുടെ കയ്യിൽ നിന്ന് പൈസ നീ ചോദിച്ചാൽ എന്തോ അവളെ കാല് പിടിച്ച് കരഞ്ഞ് കടം മേടിച്ച പോലെയാണല്ലോ നീ പറയണത്. ശോഭ എന്തിനാ പൈസ തന്നത്? പൈസ തന്നത് അത് പറ. അവരുടെ ഒരു കാര്യം കാണാൻ, അവരുടെ ഒരു ആവശ്യം കാണാനായിട്ട്. കണ്ടോ? കാണുന്നതിന് അത് ചുമ്മാ അങ്ങനെ ഓടിപ്പിടിച്ച് എടുപിടി എന്ന് പറഞ്ഞൊന്ന് കാണാൻ പറ്റുമോ? എന്നാ പിന്നെ മേടിക്കരുതെന്നേ പൈസ. അവരുടെ കയ്യിലിരിക്കുന്ന പൈസ മേടിച്ചിട്ട് അവർക്ക് പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്നും അറിയണ്ട, എല്ലാം ഞങ്ങൾ ചെയ്തു തന്നോളാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ പൈസ മേടിച്ചത്? അതെല്ലാം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞെങ്കിൽ അത് ചെയ്തു കൊടുക്കും. എന്ന് ആളാം വീതം നിങ്ങൾ പൈസ മേടിച്ചില്ലേ? ആളാം വീതം എന്താ പറയണത്? നിന്റെ പറച്ചിലിടത്ത് ഈ പൈസ ഉണ്ടെന്ന് ഞങ്ങൾ പുട്ട് തിന്ന പോലെയാണ്. ഈ പൈസ വാങ്ങാൻ എന്തിനാണ്? അവർക്ക് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുത്ത് കൊടുക്കണം. സോപ്പിന്റെ യൂണിറ്റ് തുടങ്ങാനാണ്. ലൈസൻസ് കിട്ടണമെങ്കിൽ കുറെ കാര്യങ്ങൾ അവർ ചെയ്യാനുണ്ട്. അതായത് അവിടെ വേസ്റ്റ് നിർമ്മാർജ്ജനം, അതിന്റെ പരിപാടി കറക്റ്റ് അല്ല. അത് ആദ്യം ക്ലിയർ ചെയ്യണം. പിന്നെ ഇതിനൊക്കെ മനസ്സിലാക്കണം. ഇവർ ഈ സംരംഭം തുടങ്ങി 10 ദിവസം ഈ പരിപാടി നടക്കുമ്പോൾ അവിടെ വേസ്റ്റ് എല്ലാം കൂടെ കൂടിക്കഴിയുമ്പോൾ നാട്ടുകാർ വന്ന് പ്രക്ഷോഭം ഉണ്ടാക്കും. എന്നിട്ട് ഈ കമ്പനി അങ്ങ് പൂട്ടിക്കുമ്പോൾ അവർക്ക് നഷ്ടം എത്രയാണ്? കോടികളാണ്. ഇനി ഇലക്ട്രിസിറ്റി അവർ വേണ്ട ഫേസ്, അത് അതിന്റെ വാട്ട്, ഈ മെഷീൻ പ്രവർത്തിക്കാനുള്ള കറണ്ട് എടുത്തിട്ടില്ല. അതൊക്കെ അറിയണം. നിങ്ങൾ അറിയണം. നിങ്ങൾ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ചുമ്മാ കുറ്റം പറഞ്ഞാൽ പോലെ. അവർക്ക് കോടികൾ നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനം തുടങ്ങരുത്. അതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ നടക്കുന്നത്? എന്റെ തങ്ക, ഇതിപ്പോ നിങ്ങൾ ആ പൈസ തിരിച്ചു കൊടുത്തേ. എല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഓരോരുത്തരും പിന്നെ ഒന്നിനും വരൂല. പിന്നെ നീ പൈസ പറഞ്ഞാണ് എത്ര പൈസ വാങ്ങിച്ചെന്നാണ് പറയണത്? പൈസ വാങ്ങിച്ചില്ലേ? എന്ത് വാങ്ങിച്ചെന്ന്? നക്ക പീച്ച പറ്റ 25,000 കുണുവ പാർട്ടി ഫണ്ടിൽ തന്നതിനാണ് അവര് കിടന്ന് 25,000 രൂപ പാവങ്ങൾ തന്നില്ലേ ക്ലീറ്റോ? ഇവിടെ ഓരോ ആൾക്കാർ പാർട്ടി ഫണ്ടിൽ തരണം അറിയാമോ? 2 ലക്ഷം 3 ലക്ഷം രൂപയാണ്. ക്ലീറ്റോ സത്യം പറയാൻ പുറത്തിറങ്ങി നടക്കുമ്പോ നാണക്കേടാവുകയാണ് ക്ലീറ്റോ. ക്ലീറ്റോനെ പറ്റി ഒരു മനുഷ്യൻ നല്ലത് പറയണില്ല. ഒരു മനുഷ്യൻ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായി. അവരും കേൾക്കല്ലേ, അവര് ചോദിക്കാണ് നല്ല തണ്ടും തടി ഉണ്ടല്ലോ ക്ലീറ്റോന്, ഇത് എന്ത് ക്ലീറ്റോ ഇങ്ങനെ? രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയത്തിൽ അയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. എന്റെ വായിലെ നാക്കും കൊണ്ട് എന്താ കാര്യം? നിങ്ങൾ ഇതെല്ലാം ചെയ്തു വെക്കണോ? ലോകം ഞാൻ ചെയ്തു വെക്കണത് അവരിപ്പം ഇത് എല്ലാം കൂടെ തന്നിട്ട് ഇപ്പൊ എത്ര 4 മാസമേ ആയുള്ളൂ. 4 മാസം ഒരു കാലാവധിയല്ല. ഓരോ സംരംഭം തുടങ്ങാനായിട്ട് ഇതെല്ലാം ശരിയായി വരാൻ 1 വർഷം വരെ സമയമെടുക്കും. ഓ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോ. പക്ഷെ ഒരു കാര്യം ക്ലീറ്റോ വിചാരിച്ചോ, 2 മക്കൾ നിങ്ങൾക്ക് വളർന്നു വന്നിട്ടുണ്ട്. ഒരെണ്ണം പെങ്കൊച്ചാണ്, പ്രായപൂർത്തിയായവളാണ്. നാളെ അവള് പറയും ഇതെന്റെ ഡാഡി അല്ലാന്ന് പറയും. ഈ കള്ളത്തരം ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് തിന്നുന്നത്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ അങ്ങനെയാണ്. പഞ്ചായത്തിൽ ഇരിക്കണമാര് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ്. ഇത് പഞ്ചായത്തിൽ ഞാനല്ല ഇരിക്കുന്നത്, അവിടെ ഉദ്യോഗസ്ഥരാണ്. ഞാൻ അൻസാറിനെ പുഷ് ചെയ്തു, അൻസാർ പോയി അവിടുത്തെ ഉദ്യോഗസ്ഥരെ പുഷ് ചെയ്തു. പക്ഷെ അവിടെ ഇരിക്കണമാർക്ക് ആ പുഷ് അങ്ങോട്ട് ഏക്കണില്ല. അവന്മാരെ പണിയെടുക്കാത്തതിന് നമ്മളെന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. ഒന്നുകിൽ അവര് വിളിക്കുമ്പോ ഫോൺ എടുക്കണം, ഇന്ന പോലെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയണം. 2, നിങ്ങൾ എനിക്ക് ചെയ്തതിന്റെ ഉപകാരം ഈ കുടുംബത്തിൽ നിന്ന് ആ പടിക്ക് പുറത്തോട്ട് കടക്കരുത്. ഇവിടെ ഇരുന്നോ. ദിവസം ഞാനൊരു 100 രൂപ ക്ലീറ്റോന് അങ്ങോട്ട് തരാം. എൻ്റെ ഒരു അപേക്ഷയാണ്. നാണക്കേട് വയ്യ. ഈ നാട്ടിൽ ഒരു ശോഭയുടെ പ്രശ്നം മാത്രമല്ല, ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ. അതിനിടയ്ക്ക് ഫോൺ എടുത്തില്ല. ഒരാളെ കാണിച്ചു തരാമോ നിങ്ങളെ പറ്റി നല്ലത് പറയണ? ഒരാളെ. അത് കണ്ടിട്ടൊന്ന് മരിക്കാൻ വേണ്ടിയിട്ടാ. എവിടെ? അങ്ങനെ ഒരു പ്രതീക്ഷയില്ല.